ഒരു ജോലി തുടങ്ങേണ്ടതുണ്ടോ? ഇപ്പോൾ തുടങ്ങുക. ആരോടെങ്കിലും നല്ലൊരു വാക്ക് പറയണമെന്നുണ്ടോ? ഇപ്പോൾ പറയുക. ഒരു നല്ല ആശയം വന്നോ? അത് പൂർണ്ണമാകുന്നതുവരെ കാത്തിരിക്കേണ്ട. ചെറിയ രീതിയിലെങ്കിലും തുടങ്ങുക. കാരണം ലോകത്തിലെ ഏറ്റവും വിലയേറിയ കറൻസി പണം മാത്രമല്ല, സമയമാണ്. പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം. പക്ഷേ നഷ്ടപ്പെട്ട സമയം തിരികെ വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് നല്ല സമയം വരുമ്പോൾ തുടങ്ങാം എന്ന ചിന്ത ഉപേക്ഷിക്കുക. നിങ്ങൾ തുടങ്ങുക. വഴികൾ പിന്നെ തെളിയും. മടിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ നഷ്ടമല്ല. അത് പതിയെ നമ്മുടെ ഭാവിയെ മാറ്റുന്നു. ഇന്ന് ഒരു ജോലി മാറ്റിവെക്കുന്നു. നാളെ മറ്റൊന്ന്. പിന്നെ മറ്റൊന്ന്. അങ്ങനെ മാറ്റിവെക്കൽ ഒരു ശീലമാകും. ശീലങ്ങൾ ഒടുവിൽ ജീവിതമായി മാറും. മടിയുള്ള ഒരാൾക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ സ്വപ്നവും പ്രവൃത്തിയും തമ്മിലുള്ള ദൂരം കൂടിക്കൊണ്ടിരുന്നാൽ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകില്ല. അതുകൊണ്ട് സ്വപ്നങ്ങളിൽ മാത്രം ജീവിക്കരുത്. സ്വപ്നങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുക. ഒരു കാര്യം കൂടി ഓർക്കണം. നിങ്ങളുടെ ഭൂതകാലം എങ്ങനെയായിരുന്നാലും അതുകൊണ്ട് നിങ്ങളുടെ ഭാവി തീരുമാനിക്കപ്പെടുന്നില്ല. മോശം ഭൂതകാലമുള്ള ഒരാൾക്കും നല്ലൊരു ഭാവി സൃഷ്ടിക്കാം. അതിന് വേണ്ടത് പ്രവർത്തനമാണ്. ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകും. വേദനകളുണ്ടാകും. പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ശ്രമിക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. കാരണം ജയം ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഫലമാണ് ജയം. ഇന്ന് തന്നെ ഒരു ചെറിയ കാര്യം ചെയ്യുക. നീട്ടിവെച്ചിരുന്ന ഒരു ജോലി പൂർത്തിയാക്കുക. തുടങ്ങാതെ വച്ചിരുന്ന ഒരു കാര്യം തുടങ്ങുക. എടുക്കാതെ വച്ചിരുന്ന ഒരു തീരുമാനമെടുക്കുക. കാരണം ഓരോ ദിവസവും നമുക്ക് വീണ്ടും തുടങ്ങാനുള്ള ഒരു അവസരം ലഭിക്കുന്നു. അവസാനം ഒരു കാര്യം മാത്രം ഓർക്കുക. ചിന്തയും പ്രവൃത്തിയും തമ്മിലുള്ള ദൂരമാണ് മടി. ആ ദൂരം കുറയ്ക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതവും മാറി തുടങ്ങും. മടിയെ ജയിക്കേണ്ടത് നാളെയല്ല, ഇന്ന് തന്നെയാണ്. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയാം. അവസരങ്ങൾ മുന്നിൽ കാണാം. പക്ഷേ മനസ്സ് പറയും, പിന്നെ ചെയ്യാം, നാളെ തുടങ്ങാം, കുറച്ചുകൂടി തയ്യാറായിട്ട് ചെയ്യാം. അങ്ങനെ പറയുന്ന ഓരോ നിമിഷവും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് സമയം മാത്രമല്ല, ചിലപ്പോൾ ഒരു അവസരം കൂടിയാണ്. ചെയ്യേണ്ട കാര്യങ്ങളെ ഗൗരവമായി കാണാതിരിക്കുക. ചെറിയ കാര്യങ്ങളെ അവഗണിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുക. ഇതെല്ലാം മടിയുടെ രൂപങ്ങളാണ്. ഒരു ജോലി നന്നായി ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും ഇത്രയും മതി എന്ന് കരുതി ഉപേക്ഷിക്കുന്നത് പോലും മടിയാണ്. ഒരു കാര്യം കുറച്ചുകാലം ചെയ്തു കഴിഞ്ഞാൽ അതിനോടുള്ള ആവേശം കുറയും. അപ്പോൾ പുതിയതൊന്ന് തുടങ്ങാൻ തോന്നും. ഒരു ബിസിനസ് ആശയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒരു വ്യായാമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒരു പദ്ധതിയിൽ നിന്ന് മറ്റൊന്നിലേക്ക്. പക്ഷെ നമ്മൾ ഉപേക്ഷിച്ച പഴയ കാര്യം ഇപ്പോഴും നന്നായി പ്രവർത്തിക്കുന്നുണ്ടാകാം. ഇവിടെയാണ് സ്വയം നിയന്ത്രണം വേണ്ടത്. മടിയെ പൂർണ്ണമായി ഇല്ലാതാക്കേണ്ടതില്ല. മടിയെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഇന്ന് ചെയ്യുന്ന ചെറിയ ക്രമീകരണം നാളത്തെ ജോലി എളുപ്പമാക്കും. അതുകൊണ്ട് ഓർക്കുക, ചെറിയ കാര്യങ്ങളിലെ അശ്രദ്ധയാണ് പലപ്പോഴും വലിയ നഷ്ടങ്ങളുടെ തുടക്കം. അവസരങ്ങൾ എപ്പോഴും നമ്മുടെ മുന്നിൽ കാത്തുനിൽക്കില്ല. ചില അവസരങ്ങൾ വരും. കുറച്ച് സമയം നിൽക്കും. പിന്നെ കടന്നുപോകും. ഒരു നല്ല ജോലി അവസരം വരാം. ഒരു ബിസിനസ് അവസരം വരാം. പുതിയത് പഠിക്കാനുള്ള അവസരം വരാം. ഒരു നല്ല ബന്ധമുണ്ടാക്കാനുള്ള അവസരം വരാം. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, കുറച്ചു കഴിഞ്ഞ് ചെയ്യാം. അങ്ങനെ കാത്തിരിക്കുമ്പോൾ അവസരം മറ്റൊരാളുടെ കയ്യിലെത്തിയേക്കാം. നമ്മൾ പലപ്പോഴും ശരിയായ സമയത്തിനായി കാത്തിരിക്കും. കുറച്ചുകൂടി പണമുണ്ടായിട്ട് തുടങ്ങാം. കുറച്ചുകൂടി അറിവ് നേടിയിട്ട് തുടങ്ങാം. സാഹചര്യം കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ട് തുടങ്ങാം. പക്ഷെ സത്യത്തിൽ എല്ലാം പൂർണ്ണമാകുന്ന ഒരു സമയം പലപ്പോഴും വരില്ല. നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് തുടങ്ങുക. കയ്യിലുള്ളത് ഉപയോഗിച്ച് തുടങ്ങുക. നിങ്ങൾ തുടങ്ങുമ്പോഴാണ് അടുത്ത വഴി തെളിയുന്നത്. ചെറിയ തുടക്കങ്ങളാണ് പലപ്പോഴും വലിയ മാറ്റങ്ങളുടെ ആദ്യപടി.